സൈന്യത്തിൻ്റെ നീക്കങ്ങളിൽ തീർച്ചയായും നമുക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിനെ വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ തീർക്കാനുള്ളത് ഈ രണ്ടാമത്തെ ബൂം എക്സ്കവേറ്റർ കൂടി ഇപ്പോൾ എത്തിച്ചിട്ടുണ്ടല്ലോ. അത് ലോറിക്കടുത്തേക്ക് എത്താനുള്ള ആ ഭാഗത്തെ മണ്ണ് നീക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോറി അവിടെ ഇത്രയും അടിയൊഴുക്കുണ്ടായിട്ടും ഉറച്ചു നിൽക്കുന്നത് ആ താഴെയുള്ള ഈ നദിക്കടിയിലുള്ള മണ്ണിലാണ്, ചെളിയിലാണ്. അപ്പോൾ അത് ഈ ഭാഗത്തു നിന്നുള്ള മണ്ണോ ചെളിയോ മാറ്റുമ്പോൾ ഈ ലോറിക്ക് അവിടെ നിന്ന് ഇളക്കം വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമാവില്ലേ? എങ്ങനെയായിരിക്കും അത് സൈന്യം ഒരുപക്ഷെ കൈകാര്യം ചെയ്യുക? അല്ല, ഇനിയിപ്പോൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും സേഫ്റ്റി എൻഷുർ അല്ല ഓവർ എൻഷുർ ചെയ്തേ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. അതും ഇപ്പം വട്ട് എവർ ഇറ്റ് ഈസ്, ഏത് മെഷീനറി ഇപ്പം വെള്ളത്തിനടി സൈഡിലോട്ട് പോകുമ്പോൾ അത് പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്ത് മാത്രമായിരിക്കും ആ ഒരു സൈഡിലോട്ട് ഇറക്കുന്നത്. അതൊരു കാരണവശാലും ഡാമേജ് ആവാനോ അല്ലെങ്കിൽ അതിനൊരു ഇത് സംഭവിക്കാനോ നാശം സംഭവിക്കാനോ ഉള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് കുറച്ച് നേരത്തെ തന്നെ ഈ ഒരു വഴിയേ ഉള്ളൂ, 2 or 3 ഇത് കൊണ്ടുവന്ന് ക്രെയിനും കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോം സ്റ്റെബിളായി ഉണ്ടാക്കി അവിടെ നിന്നുകൊണ്ടുള്ള ഓപ്പറേഷൻസേ നോർമലി നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൈഡിലോട്ട് വലിക്കുന്നത് ദുഷ്കരമാകുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് തന്നെ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒബ്ജക്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ വഴിയാണ് ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക്. അതെന്താണെങ്കിലും എടുത്തേ പറ്റുള്ളൂ, ഏത് കാരണമാണെന്നുണ്ടെങ്കിലും. അങ്ങനെ മാത്രമേ ഏതൊരു ഓപ്പറേഷൻസും സക്സസ് ആവുകയുള്ളൂ. ഇത് ക്ലിയർ ട്രാൻസ്പെറൻറ്റ് വാട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോ ഉള്ള വാട്ടർ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മാതിരിയുള്ള ലാൻഡ് സ്ലൈഡ് അല്ല ഇത് കിടക്കുന്നത്. അവിടെ റിവർ ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലുള്ള ഓപ്പറേഷൻസിന് നേവിക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. ഇത് ശരിക്കും മഡാണ്. ആ മഡും അതുപോലെ തന്നെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അണ്ടർ കറണ്ടും ഉണ്ട്. ഈ അണ്ടർ കറണ്ട് ഉള്ളത് കൊണ്ടാണ് അത്. ഡോക്ടർ മോഹൻ പിള്ള, ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ പങ്കുവച്ച ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടി കണ്ടെത്താൻ കഴിഞ്ഞു, അയാൾക്ക് അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രദേശവാസിയാണ്, ഈ ലോറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിനെന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. പക്ഷെ അദ്ദേഹം അത് കൂടുതലായി ഈ ദൗത്യ സംഘാംഗങ്ങളെയോ മറ്റു പോലീസിനെയോ ഒന്നും അറിയിക്കാൻ തുനിഞ്ഞിട്ടുമില്ല. അത് നേരത്തെ തന്നെ ഒരു പക്ഷേ ആശങ്കയായി മനസ്സിൽ നിന്ന കാര്യമാണ്. ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോണിന് കഴിയാതിരിക്കുകയും മുങ്ങൽ വിദഗ്ധർക്ക് ഒരുപക്ഷെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യണം. ഇത് ചെളിയിൽ പുതഞ്ഞിരിക്കുകയാണ് എങ്കിൽ ഈ തിരച്ചിൽ നീളാൻ സാധ്യത, ഈ ലോറിയെ ചുറ്റിപ്പറ്റി തന്നെ കാലാവസ്ഥ അനുകൂലമായ സമയം നോക്കി കൂടുതൽ തിരച്ചിൽ നീളാനുള്ള സാധ്യതയാണ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊരിടത്ത് ഈ തടികൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നതും ഒരുപക്ഷെ തിരച്ചിൽ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അബ്സല്യൂട്ട്ലി. ഇതുവരെയുള്ള എല്ലാവിധ റിപ്പോർട്ടിനെയും എൻ്റെയും ഘടകവിരുദ്ധമായിട്ടാണല്ലോ തടി കണ്ടു. അത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് കൃത്യമായിട്ട് ആരും പറഞ്ഞില്ല. ഈവൻ ചാനൽ യു മേ ബി അവെയർ. ദൂരെയാണ് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും സംശയം ജനിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ഇതിൽ തന്നെ അവിടെ നിയർ ബൈ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് ദൂരെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷണൽ ന്യൂസ് തന്നെയാണ്. കാര്യം എല്ലാവിധ കാൽക്കുലേഷനും തകിടം മറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഇതുവരെയുള്ള നമ്മൾ അഫർമേറ്റീവായിട്ട് പോകുന്ന ഒരു കൺഫർമേറ്റീവ് ആയിട്ട് സെർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രക്ക് തലകീഴായി മറിഞ്ഞ് കിടക്കുകയും അതിനടിയിൽ ഈ തടിയെല്ലാം അമങ്ങിക്കിടക്കുകയുമാണ് എന്നുള്ള ഒരു രീതിയാണ് ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ തടിക്കഷ്ണം ഇവിടെ അതിനൊരു കൺഫർമേഷൻ വരുത്തണം, അതിനുശേഷം കമൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ആര് കണ്ടു അതിനെക്കുറിച്ചിട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതിനടുത്ത് തന്നെ നിയർ ബൈ ആണെന്നുണ്ടെങ്കിൽ എവിടെ കണ്ടു എന്നുള്ളതൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവർക്ക് ഫോൺ ചെയ്തു വല്ലതും വിവരം കിട്ടിക്കാണും. ബിക്കോസ് നൗ ദ മീഡിയ പേഴ്സൺസ് ആൻഡ് അതേഴ്സ് ആർ ക്വൈറ്റ് അവേ ഫ്രം ദാറ്റ് ലൊക്കേഷൻ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അവിടുന്ന് ആരെങ്കിലും ഫോൺ ചെയ്ത് വല്ലതും പറയുകയോ എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണുകയോ ആയിരിക്കാം. അങ്ങനെ ഇഫ് ദാറ്റ് ഈസ് എ കേസ് ആൻഡ്
ഇത് കട്ട് പീസ് വുഡ് കട്ട് ഇത് തടി പീസ് കണ്ടത് ട്രക്കിനടുത്താണ് എന്നുണ്ടെങ്കിൽ അതൊരു വെൽക്കം സൈൻ തന്നെയാണ്. നമുക്ക് അത് ഓവർ ഇൻഷുർ ചെയ്യുക, ഒന്നുകൂടി ഉറപ്പിക്കാം അത് ട്രക്ക് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇത് അതിനടുത്ത് തന്നെ കണ്ടതാണ് എന്നുള്ളതും തുടർച്ചയായിട്ടുള്ള ഒരുപക്ഷെ നേവിയുടെ ഡൈവേഴ്സ് ചെന്ന് തടി ഐഡൻറ്റിഫൈ ചെയ്തതായിരിക്കാം. അങ്ങനെ വല്ലതും ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. കാര്യം ട്രക്ക് സെർച്ച് ചെയ്യുമ്പോൾ നോർമലായിട്ട് അത് തടി നിറച്ച ട്രക്കാണെന്നുള്ളത് അവർക്ക് ആ ചെന്ന് തപ്പുമ്പോൾ വല്ലതും ഐഡൻറ്റിഫൈ ചെയ്തതാണോ അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടാതെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് വെളിയിൽ വരാത്ത ഒരു ഇഷ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.